നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാണെന്നറിയോ? മറ്റാരുമല്ല, അത് നമ്മൾ തന്നെയാണ്. ഇങ്ങനെ നമുക്കൊരിക്കലും വിരൽ ചൂണ്ടേണ്ടി വരില്ല. അതിലിങ്ങനെ നമ്മൾ വിരൽ ചൂണ്ടിയേ പറ്റും. ഞാൻ തന്നെയാണ്. എനിക്കൊരു കാര്യം നടക്കാതിരുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രം തന്നെയാണ്. പക്ഷേ ദ മോസ്റ്റ് വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നറിയോ? ഒരാളും തന്നെ തൻ്റെ ജീവിതത്തിലെ ഹൈറ്റ്സ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇല്ല. എനിക്ക് തന്നെ ഞാൻ തന്നെ തടസ്സമാകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ നമ്മുടെ മുന്നിലെ പാതയിൽ തടസ്സമായിട്ട് മാറുന്നത്? ഒരിക്കൽ ഒരു കമ്പനിയിലെ HRD, ആ കമ്പനിയിൽ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാത്രി ഒരു അനൗൺസ്മെൻറ്റ് പറഞ്ഞു, നാളെ രാവിലെ നമ്മുടെ ഓഫീസിൻ്റെ ഏറ്റവും മുകളിലുള്ള മുറിയിൽ ഈ കമ്പനിയിലെ എല്ലാവരുടെയും ശത്രുവായിരിക്കുന്ന ആളെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് വേണ്ടത്ര പണിഷ്മെൻ്റ് അയാൾക്ക് കൊടുത്ത് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, നിങ്ങൾക്കുള്ള ഫ്രീഡമാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്നാലും സന്തോഷിച്ചു. നമ്മുടെ കമ്പനിയിലത്തെ ശത്രുവിനെയല്ലേ ഇല്ലാതാക്കേണ്ടത്, പരമാവധി ഞാൻ കൊടുത്തിരിക്കും എന്നെല്ലാവരും മനസ്സിൽ വിചാരിച്ചു. പ്രഭാതത്തിൽ ഊഴമനുസരിച്ച് ഓരോരുത്തരായിട്ട് ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. ഉള്ളിൽ പോകുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ എല്ലാവരും മുഖം വാടിയിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. വരുമ്പോൾ അടുത്ത ആൾ ചോദിക്കും, എന്തായി, നിനക്കയാളൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്ങനെ വാടി വന്നേ? ഒന്നുമില്ല, മിണ്ടാതെ അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അവസാനത്താളും അകത്ത് പോകുമ്പോൾ ഭയങ്കര ഉത്സാഹം, തിരിച്ചു വരുമ്പോൾ വാടിയ മുഖമായിട്ട് വന്നു. എന്താണ് കാരണം എന്നല്ലേ? അദ്ദേഹം അവിടെ ആരെയും പിടിച്ച് കെട്ടിയിരുന്നില്ല, ഒരു വലിയ നിലക്കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ കമ്പനിയിലെ ഓരോരുത്തരും അവനവൻ്റെ മനസ്സിൻ്റെ ബ്ലോക്ക് കൊണ്ട് സ്വയം അവനവന് കുരുക്കി വെച്ചതുകൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോവാത്തത്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആര് തന്നെയാണ്? നമ്മൾ തന്നെ.